അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാരകരോഗങ്ങൾ മറാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ, ഓഫീസുകൾ, അതുപോലെ തന്നെ ഇടങ്ങൾ, വീടുകൾ, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ
നിന്നെ ആവശ്യിക്കട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം. നിങ്ങളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരവാദിത്തം പോലെ അങ്ങനെ ചെയ്തു മാറുന്നതാണ്. എന്തുമാത്രം ചെയ്ത് ചില കാര്യങ്ങൾ വരവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റൻഷൻ വെക്കണം. ഇൻറ്റൻഷൻ ഒരു പ്രധാന ഇൻറ്റൻഷൻ ഇൻറ്റൻഷൻ വെച്ചാൽ അത് ഉദ്ദേശം വെക്കണം. ഉദ്ദേശം വെക്കാത്ത ഇപ്പം അണക്കെട്ടില്ലാത്ത നദികൾ എന്ത് സംഭവിക്കും? നല്ല വെള്ളം ഒഴുകി കടലിൽ പോയി ഉപ്പുവെള്ളമായി മാറും. അതുപോലെയാണ് നിയോഗം എന്ന് പറയണത്. നമ്മളിത് ഇന്ന ഇൻറ്റൻഷനോട് കൂടിയാണ് ഇത് ചെയ്യണത്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന് നമ്മൾ ഇൻറ്റൻഷൻ വെച്ചാൽ ദൈവനാമം മഹത്വപ്പെടണം, സുവിശേഷം വ്യാപരിക്കണം, വിശ്വാസം കൈമാറണം. കർത്താവ് എൻ്റെ കഷ്ടപ്പാട്, നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും പറയും. ഞാൻ കെട്ടിവന്ന കാലം മുതൽ കിടന്ന് അലയണതാണെന്ന് പറയും. എൻ്റെ മകളെ കെട്ടിവന്ന കാലം മുതൽ നീ അലച്ചിലാണെങ്കിൽ ഇന്ന് നീ ഒരു മദർ തെരേസയാകേണ്ട ആളാണ്. എന്താ കാര്യം? നീ ഇതൊന്നും കാഴ്ചവെച്ചിട്ടില്ല. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചവെപ്പാണ്. നമുക്ക് കാഴ്ചവെക്കുന്നെങ്കിൽ വിശുദ്ധരാകണമെങ്കിൽ നമുക്ക് വിശുദ്ധിയുടെ മേഖലയെ വ്യാപരിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഓരോരുത്തർക്കും അവരവരായ ഇടങ്ങളിലാണ് വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയണത്. ഇപ്പം ഞാൻ ചില വീടുകളിൽ, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പറയും, എൻ്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ 14 വർഷമാണ് അവർ കിടപ്പ്, ഈ മലമൂത്ര വിസർജനം എല്ലാം കട്ടിലായി. എൻ്റെ അനിയത്തിൻ്റെ മനസ്സമ്മതത്തിന് പോലും പോകാൻ ഒത്തില്ല എന്ന് പറയും. അപ്പോൾ അമ്മായിയമ്മയ്ക്ക് അവിടെ പ്രാധാന്യത്തോടെയാണ് പറയണത്. പക്ഷേ ആ സാധനം മുഴുവൻ ഇവർക്ക് പൊന്നൊരുക്കി അതൊരു ക്രൂഡ് ഓയിലായിരുന്നു. അതിന് ഏവിയേഷൻ ഓയിലാക്കി മാറ്റുന്നത്, പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇൻറ്റൻഷൻ കാഴ്ചവെപ്പിലൂടെയാണ് പ്യൂരിഫൈ ചെയ്യാൻ. ഒരു ഇൻറ്റൻഷനെ പ്യൂരിഫൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്രൂഡ് ഓയിലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ഡീസൽ, പെട്രോള്, ഏവിയേഷൻ ഓയിൽ, വിമാനം പറപ്പിക്കുന്ന ഏവിയേഷൻ ഓയിലായിട്ട് മാറണത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടാണ് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടണത്. അത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വത്തിന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഈ ഇരുമ്പയിര്, സ്വർണത്തിൻ്റെ അയിരൊക്കെ കറക്റ്റ് മാർക്കറ്റ് വാല്യൂടെ സ്വർണ്ണമായിട്ട് മാറും. നിങ്ങൾ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതിന് നിങ്ങളെ കാഴ്ചവെച്ച് ദൈവത്തെ നാമത്തെ ആ വിഷയം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിങ്ങളതിൽ പ്രയോജനമുള്ള ദാസന്മാരായി ദൈവതിരുസന്നിധിയിൽ സമ്പന്നരായി മാറാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവതിരുസന്നിധിയിൽ ഇപ്പം 12:21 ലുക്കായിലെ 12:21 ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്. അതെങ്ങനെയാണ് അത് നിറവേറ്റണത്? നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് അയിരില്ലേ, അതിനെ ശുദ്ധീകരിച്ച് സഹനത്തിൻ്റെ അയിരല്ല നമുക്ക് കിട്ടണത്. ചിലപ്പോൾ വീട്ടുകാരുടെ രോഗമായിരിക്കും, ചിലപ്പോൾ ആശുപത്രി അവിടെ കൂടെ നിൽക്കണ കേസ് കെട്ടാകും, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ ഭാഗത്തായിട്ട് വന്നതിന് കടങ്ങളാകും, അതിൻ്റെ തിക്കുമുട്ടൽ കുടുംബത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയമാകാം. ഇത് അയിരാണ്. ഇതിനെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നതും നിൻ്റെ സഹനത്തിൽ ഇത് വഴി പങ്കെടുക്കാൻ കഴിയുന്നതിലും ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോഴാണ് താറ് വേറെ ഡീസൽ വേറെ ആയിട്ട് മാറണത്. അതെ, ഇപ്പോൾ താറൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ എണ്ണ ശുദ്ധീകരിച്ചുകൊണ്ടല്ലേ വരുന്നത്. അപ്പോൾ അതുപോലെ താറ് വേറെ, അവർ ടെർമോക്കോൾ വേറെ, സോപ്പ് വേറെ, ഡിറ്റർജൻറ്റ് വേറെ, അതുപോലെ ഡീസൽ വേറെ, പെട്രോൾ വേറെ ആയിട്ട് വരണത് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് ക്രിസ്തുവാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യണത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലൂടെ ഇത് കയറ്റി വിട്ടിട്ട് ദൈവത്തിന് നന്ദി പറയണം. ആദ്യമായി ഇന്ന് നീനുവിനോടൊപ്പം ഈ അവസ്ഥയിലൂടെ നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിറ്റോ. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ജൂൺ മാസം 27-ാം തീയതി
വൈഫ് 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതിനെ തുടർന്ന് ജൂൺ മാസം 27-ാം തീയതി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പോവുകയും അപ്പോഴേക്കും വൈഫിന് മഞ്ഞപ്പിത്തം പിടിപെട്ട് ലിവർ കാര്യങ്ങളെല്ലാം വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയും തുടർന്ന് വൈഫിനെ എത്രയും വേഗം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്ക് പോയിക്കൊള്ളാൻ പറയുകയും ഞങ്ങൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ വന്ന് കുഞ്ഞിനെ എത്രയും വേഗം സിസേറിയൻ ചെയ്തെടുത്തു. അപ്പോഴേക്കും വൈഫിൻ്റെ അവസ്ഥ വളരെ മോശമായിപ്പോയി. ആൾ വെൻറ്റിലേറ്ററിലായി പോവുകയും 2 ദിവസത്തെ അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും വൈഫിൻ്റെ അവസ്ഥ കൂടുതൽ വഷളായതിനെ തുടർന്ന് ഞങ്ങൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വന്ന് വീണ്ടും വെൻറ്റിലേറ്റർ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ മറ്റ് മാർഗമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിനുള്ള നീനുവിൻ്റെ അച്ചാച്ചൻ്റെ അനിയൻ്റെ മകൻ ഞാൻ ലിവർ തരാമെന്ന് തയ്യാറായി മുന്നോട്ട് വരികയും എന്നാൽ അപ്പോഴേക്കും ഡോക്ടർമാർ ആ അവസ്ഥയും കഴിഞ്ഞു പോയി. ഇനി മുമ്പോട്ട് പ്രതീക്ഷയ്ക്ക് വലിയ സാധ്യതയില്ല, ആൾക്ക് 10% പോലും സാധ്യതയില്ലാത്ത അവസ്ഥയാണ് എന്നുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി. ഞാനവിടെ ആശുപത്രിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീനുവിൻ്റെ ചേച്ചിമാർ ഇവിടുത്തെ ഉടമ്പടി ഒരു പത്രം കാണിച്ചിട്ട് ഇതുപോലെ തന്നെ അനുഭവം ഒരു സാക്ഷ്യം കാണിച്ചിട്ട് പറഞ്ഞു, കൃപാസനത്തിലെ ഒരു സാക്ഷ്യം കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ ജിറ്റോ, നമ്മുടെ സെയിം അവസ്ഥയാണ്, ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, നീ എത്രയും വേഗം നമുക്ക് കൃപാസനം വരെ പോകാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു, ഉള്ളത് പറയാം. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഒരു പള്ളിയിൽ പോക്കും എല്ലാം കുറവൊക്കെയാണ് എങ്കിലും എനിക്ക് ആ അവസ്ഥയായിരുന്നു. ഞാൻ ചേച്ചിമാർ പറഞ്ഞതനുസരിച്ച് എത്രയും വേഗം ഞങ്ങളൊരു ടാക്സി വിളിച്ച് കൃപാസനത്തിൽ വരികയും ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് അമ്മയുടെ ആങ്ങളുടെ മോൻ വിളിച്ച് പറഞ്ഞു, ജിറ്റോ ചെറിയ ഒരു INR ചെറുതായിട്ട് കുറയുന്നതായിട്ട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് എന്തായാലും ഞാനിവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു, മാതാവിനോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, അമ്മ എനിക്ക് തിരിച്ചു തരണം, ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, നീനുമില്ലാതെ മുമ്പോട്ട് എനിക്ക് പറ്റത്തില്ല. പൊട്ടിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. അപ്പം അച്ഛനെ കണ്ട് ഉടമ്പടി എടുത്തും ഞാനിവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുമ്പം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേച്ചി ചോദിച്ചു, എന്താ മോനെ എന്താ കരയുന്നത്? ഞാൻ പറഞ്ഞു, ഇതാണ് ചേച്ചി അവസ്ഥ. അപ്പോൾ എന്നോട് ഉടമ്പടി എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തു. പിന്നെ എന്തിനാ മോനെ കരയുന്നത്? ധൈര്യമായിട്ട് പൊക്കോ, ബാക്കി അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്കിലും ഒരു വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തു, പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അന്ന് രാത്രിയിൽ ഞങ്ങൾ ചേച്ചിമാരെല്ലാവരോടും കൂടി ഇരുന്ന് മുട്ടുകുത്തി ICUവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം രാത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സിനെ അകത്ത് കയറ്റാറില്ല. ഞാൻ ചോദിച്ചു എങ്ങനെ ഒന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് ഉടമ്പടി തൈലം നീനുവിൻ്റെ അകത്ത് കയറി നീനുവിൻ്റെ നെറ്റിയിൽ പുരട്ടുകയും അബോധാവസ്ഥയിൽ കിടന്ന നീനു ചെറുതായിട്ട് ഒന്ന് കണ്ണ് ചിമ്മി. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും രാത്രിയിൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ തിരി കത്തിച്ച് വെച്ച് രാത്രിയിലും വെളുപ്പിന് 5:30 എഴുന്നേറ്റ് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മുതൽ എല്ലാം ചെറിയ രീതിയിൽ പോസിറ്റീവായിട്ട് പറയാൻ തുടങ്ങി ഡോക്ടർമാർ. ചെറുതായിട്ട് INR താഴുന്നുണ്ട്, SGPT ഒക്കെ ആണെങ്കിലും കുറയുന്നുണ്ട്, ചെറിയ രീതിയിൽ ഓരോ കുറവുകൾ കാണാൻ തുടങ്ങി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഒരു ലിവർ ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്യുന്നതിൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് കേട്ടോ, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അതുവരെ ലിവർ ഒട്ടും പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്, ലിവർ കിഡ്നി എല്ലാം ഫെയിലിയറായ അവസ്ഥയിലായിരുന്നു. പിന്നെ അവിടുന്ന് പതുക്കെ കയറി മുന്നോട്ടേക്ക് വന്നു. ഒരു 30 ദിവസം എന്ന് പറയുന്ന പോലെ വെൻറ്റിലേറ്ററിൽ കിടന്നു. ഇന്ന് ഏതായാലും നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ച് യേശു ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ട് നിർത്താനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഉടമ്പടിയിലെ തൈലമാണ് ഞാൻ നെറ്റിയിൽ പുരട്ടിയത്. തൈലം നെറ്റിയിൽ പുരട്ടി അതിനുശേഷമാണ് ഒരു മാറ്റം ഉണ്ടായതും ഇന്ന് ഈ അവസ്ഥയിൽ നീനുവിനെ തിരിച്ചു കിട്ടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചത്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈ അവസ്ഥയിൽ കിടന്നതാണ് ആൾ. കൃപാസന പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിലാണെങ്കിലും ICUവിൻ്റെ മുമ്പിൽ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇതുകൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് തകർന്നിരിക്കുവാണ്, എങ്കിൽ പോലും ഞാൻ പറഞ്ഞു,
വിഷമിക്കണ്ട, ഒന്ന് പ്രാർത്ഥിക്കുക, അമ്മ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലരുടെ അടുത്ത് പോയി പത്രം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ ഞാൻ യൂട്യൂബിലുള്ള ഈ പ്രാർത്ഥനകളും ഇവിടുത്തെ കൃപാസനത്തിലെ പ്രാർത്ഥനയൊക്കെ അവിടെ ഇരിക്കും സമയത്ത് കേൾക്കുമായിരുന്നു. ബൈബിൾ ഇടയ്ക്ക് വായിക്കുമായിരുന്നു. ബൈബിളെന്ന് സത്യം പറഞ്ഞാൽ നേരത്തെ വായിച്ചിട്ട് പോലുമില്ല. അവിടെ ഹോസ്പിറ്റലിൽ അത് അമ്മാവൻ എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തന്നു. അവിടെ ഇരുന്ന് ബൈബിൾ വാങ്ങിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും ദൈവത്തിൻ്റെ ഒരനുഗ്രഹം കൊണ്ട് ഈ അവസ്ഥയിൽ ആളെ ഇവിടെ തിരിച്ചു കിട്ടി. മാതാവിനും യേശുവിനും 1000 നന്ദി പറയുന്നു. കൃപാസന മാതാവിന് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ ഈശോയ്ക്കും ഒത്തിരി നന്ദി. നീനുവിന് ശരിക്കും അവസ്ഥയൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ, ഓർമ്മയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ആശുപത്രി കിടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. കാരണം അതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. 1 മാസം കിടന്നതായിട്ടൊന്നും ആൾക്കറിയില്ല. അങ്ങനെ അപ്പോൾ എല്ലാം പെട്ടെന്ന് ഒരു ദിവസം ആശുപത്രി കയറിയത് ഒന്നും അറിയില്ല. പ്രഗ്നൻ്റ് ആയിരുന്നുള്ള കാര്യങ്ങൾ പോലും മറന്നുപോയി, എല്ലാം തന്നെ മറന്നുപോയി. ഇപ്പം കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് വരുന്നു. എൻ്റെ പേര് ലിജി തോമസ്. എൻ്റെ സ്ഥലം കൊരട്ടി സെൻറ്റ് മേരീസ് ഫോറാനപ്പള്ളി ഇടവകമാണ്. ഇതെൻ്റെ പരിശുദ്ധമായ ആൾത്താരയിൽ എൻ്റെ ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഈ മകള് പേര് റോസ്മരിയ തോമസ്. എൻ്റെ മകള് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. അന്ന് മുതൽ വിദേശത്തേക്ക് പോകണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. മോള് പഠിച്ച് പാസ്സായ ഉടനെ തന്നെ തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. OET എഴുതാൻ വേണ്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോള് റിസൈൻ വെച്ചു. OET ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല. പക്ഷേ അപ്പോൾ തന്നെ സൈപ്രസ് എന്നൊരു വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് മോൾക്ക് ജോബ് ഓഫർ വന്നു. 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞു. അവർ പറഞ്ഞു ഒരു 3 to 5 മാസം വരെയാണ് പ്രോസസ്സിങ് ടൈം, അതിനുള്ളിൽ പോകാൻ സാധിക്കും. അതിൻ്റെ പേരിൽ വേറൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറണ്ട, കാരണം പെട്ടെന്ന് വിസ വന്നാൽ അവിടുന്ന് റിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് മോള് വേറെ എങ്ങും ജോലിക്ക് പോയില്ല. പക്ഷേ 3, 5 മാസവും 6, 7, 8 മാസം കഴിഞ്ഞിട്ടും ഒരു പേപ്പർ വർക്കിൽ അതൊരു പുരോഗതി ഉണ്ടായില്ല. ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഏജൻസി പറയും അത് ഇന്നാവും നാളെ ആവുമെന്നും പറഞ്ഞ്. അപ്പോൾ എൻ്റെ മോള് വളരെയധികം വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും, വേറെ ഒരു ഹോസ്പിറ്റലിലെങ്ങും ജോലിക്കും കയറിയില്ല, ഗ്യാപ്പാവുന്നു. എല്ലാവരും ചോദിക്കുന്നു BSc നഴ്സിംഗ് പഠിച്ചിട്ട് എന്താ വീട്ടിലിരിക്കണേ, വേറെ എങ്ങും പോകാത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ പോണ കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ജനുവരി 25, 2025 ജനുവരിയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു നീതി ക്ലിനിക്കിൽ എൻ്റെ മോള് അവിടെ ജോലിക്ക് കയറി. അപ്പോഴെല്ലാവരും പറഞ്ഞു ഇതെന്താണ് ഈ ക്ലിനിക്കിലെല്ലാം ജോലിക്ക് കയറിയേക്കണേന്ന്. പക്ഷേ ഇനി എവിടേക്ക് പല സ്ഥലത്തേക്കും, അതിനിടയിൽ മാൾട്ട, അയർലൻഡ്, അങ്ങനെ പല സ്ഥലത്തേക്കും പോകാൻ അതിനെക്കുറിച്ച് നോക്കിയിരുന്നു. മാൾട്ടയിൽ നിന്നൊരു ഇൻ്റർവ്യൂ മോള് പാസ്സായിരുന്നു. പക്ഷെ അവൾക്ക് മാൾട്ടയ്ക്ക് പോകാൻ എന്തുകൊണ്ടോ അത്ര ഇഷ്ടമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട, മോൾക്ക് എന്ത് തന്നെയായാലും മാതാവ് ഏറ്റവും ബെസ്റ്റ് മാത്രമേ തരുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞു, ഇന്ന് ആരാണ് നമ്മളെ വിളിക്കണമെന്ന് വെച്ചാൽ ആ രാജ്യത്തേക്കായിരിക്കും ദൈവം നമ്മൾക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് അവളുടെ ഒരു കൂട്ടുകാരി വിളിച്ചു UK നിന്ന്. അപ്പം മോള് പറഞ്ഞു, അമ്മച്ചി ഇത് UK നിന്നാണല്ലോ വിളി വന്നതാണ്, അമ്മച്ചി പറഞ്ഞ പ്രകാരം അവിടേക്ക് പോകാനായിരിക്കുമോ എനിക്ക് ഈ മാതാവിൻ്റെ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഒരു ഏജൻസിയിൽ നിന്ന് ഒരു കുട്ടി ഞങ്ങളെ വിളിച്ചിട്ട് വെച്ചു MSc നഴ്സിങ്ങിന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ MSc നഴ്സിങ്ങിന് പോകണമെങ്കിലും ജോബ് വിസയ്ക്ക് പോണ പോലെ തന്നെ 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും സ്റ്റിൽ വർക്കിംഗ് ഒക്കെ കാണിക്കണമായിരുന്നു. പക്ഷേ മോള് ഒരു ക്ലിനിക്ക് ജോലിക്ക് കയറിയതുകൊണ്ട് മാതാവിൻ്റെ ഇടം കൊണ്ട് അവിടെ നിന്ന് അവൾക്ക് സ്റ്റിൽ വർക്കിംഗ് കിട്ടുകയും എല്ലാ പേപ്പർ വർക്കും നടത്തുകയും ചെയ്തു ഞങ്ങൾ. പക്ഷേ 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലൊരു ഇൻ്റർവ്യൂ അവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അവൾ പറഞ്ഞു, അമ്മച്ചി ഇതും എൻ്റെ കയ്യിൽ നിന്ന് പോയി, കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞു, മോൾക്ക് ദൈവം അതാണ് തീരുമാനിച്ചെങ്കിൽ ദൈവം നിനക്ക് എന്തായാലും തീർച്ചയായും തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ UK പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്താ നിങ്ങൾ UK ചൂസ് ചെയ്തത്, അവിടെ ഇപ്പോൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്ന്. ഞാനപ്പോൾ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ബൈബിളെടുത്ത് വായിച്ചു, മാതാവേ ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരണം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം മാർക്കോസിൻ്റെ സുവിശേഷം 1-2 വാക്യമായിരുന്നു. ഞാൻ നിനക്ക് മുന്നേ പോയി വഴികൾ നിരപ്പാക്കുകയും നിനക്ക് മുന്നേ പോയി വഴികൾ നിരപ്പാക്കുക, അവൻ നിനക്ക് വഴി തെളിക്കുമെന്നുള്ള വചനമായിരുന്നു എനിക്ക് കിട്ടിയത്. ആ വചനം എനിക്ക് ലഭിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു, ഇനി നമ്മൾക്കൊന്നും നോക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാം, മാതാവ് നമ്മുടെ വഴികളെല്ലാം നേരെയാക്കുമെന്ന്.
പക്ഷേ ആ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എൻ്റെ മോൾ അതിൽ പാസ്സായി. എല്ലാ വിസ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 12 എൻ്റെ മോള് UK പോവുകയാണ്. മാതാവും ഈശോയും കൂടെ ഉണ്ടാവുന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് ദൈവം ഇത്ര വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനും എൻ്റെ മകളും കൂടി ചാലക്കുടി മുരിങ്ങൂർ ഹൈവേയിൽ 2 വീലറും പോവായിരുന്നു. കൃപാസനം പത്രം കൊടുക്കാനായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. പക്ഷെ ഞങ്ങൾ നിറച്ച് നല്ല തിരക്കുള്ള സമയമായിരുന്നു ആ സമയം. പക്ഷെ പെട്ടെന്ന് എങ്ങനെയാണെന്നറിയില്ല, ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണു. ഹൈവേയിലായിരുന്നു ഞാൻ വീണു. മോളെ എങ്ങനെയൊക്കെയോ വണ്ടി അവൾ സ്റ്റോപ്പ് ചെയ്തു. അവളും കവറൊക്കെ കരഞ്ഞു. ഞാൻ തെറിച്ച് വീണു. എൻ്റെ കയ്യിൽ അപ്പോഴും കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ കവർ കയ്യിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷക്കാരും എല്ലാവരും ഓടി വന്നു എന്നെ പിടിച്ചേൽപ്പിച്ചു. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. എൻ്റെ മോൾ അവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ അവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് കണ്ട് എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രം കൊടുക്കാനാണ് ഞാൻ പോകണത്. അപ്പോൾ പിന്നെ മാതാവിനെ കാക്കാതിരിക്കുമെന്ന്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരെല്ലാം പറഞ്ഞു അത് സത്യമാണ് ഈ ചേച്ചി പറയുന്നത്, അല്ലെങ്കിൽ ഇതല്ല ഇവിടെ സംഭവിക്കാമെന്ന്. എൻ്റെ പിന്നിലുള്ള വണ്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് വണ്ടി അവിടെ ഒതുക്കി നിർത്തിയിട്ട് പറഞ്ഞു ചേച്ചി വീണത് കണ്ടിട്ട് എനിക്ക് കൈയും കാലും വരച്ചിട്ട് എനിക്ക് വണ്ടി എടുത്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന്. അത്ര വലിയൊരു അപകടത്തിൽ നിന്നും മാതാവിനെ കാത്തു. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തെന്ന ഈശോപ്പച്ചനും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ വീടിൻ്റെ ഒരു അനാഥാലയമുണ്ട്. അവിടെ ഞാൻ അവർക്ക് ഇടയ്ക്ക് എല്ലാ മാസമല്ല എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും അതുപോലെ പൊതിച്ചോറ് അങ്കമാലിയിലും ആലുവയിലെല്ലാം കൊണ്ടുവന്ന് ഞാനും എൻ്റെ മകളും കൂടി കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം മേടിച്ച് പത്രവിതരണവും എല്ലാം നടത്താറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇതിപ്പോൾ എൻ്റെ 12ാമത്തെ പുതുക്കലാണ്. പക്ഷെ ഞാൻ ഉടമ്പടിയിലായിരുന്നെങ്കിലും എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നതിന് കുർബാനയ്ക്ക് പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പുതുക്കി ഞാൻ പോയപ്പോൾ ഞാൻ ഒട്ടുമിക്ക ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുംസാരിക്കുകയും ചെയ്തു. ഞാനപ്പോൾ ഈ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മാതാവേ അടുത്ത പുതുക്കൽ ഞാൻ വരുമ്പോൾ എൻ്റെ മോൾക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന്. സെപ്റ്റംബർ 15 എൻ്റെ അടുത്ത പുതുക്കൽ. അതിക്ക് മുന്നേ സെപ്റ്റംബർ 12 എൻ്റെ മോൾക്ക് പോകാനുള്ള കാര്യങ്ങളും പരിശുദ്ധമ്മ നടത്തി തന്നു. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ആയിരം നന്ദി പറയാനായിട്ട് ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ കൊടുത്തു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ BS നഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് ഈ ജൂണിലേക്ക് 2 വർഷമായി. ഈ 2 വർഷത്തിനുള്ളിൽ ഞാൻ നോക്കാത്ത രാജ്യങ്ങളോ സ്ഥലങ്ങളോ ഇല്ല. എല്ലായിടത്തും ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവും. എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം വരും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ എൻ്റെ സൈപ്രസിലെ സമയത്ത് ഞാൻ എൻ്റെ ജോബ് ഓഫർ മേടിച്ച് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ കൊടുത്തിരിക്കുകയായിരുന്നു ഏജൻസിക്ക്. അടുത്തതായിട്ട് മെഡിക്കലും വിസയും മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് 9 മാസമാണ്. അതിനുള്ളിൽ ഓരോ തവണയും അവർ വിളിക്കുമ്പോൾ അവർ പറയും അടുത്ത മാസം ശരിയാവും പറഞ്ഞു. ലാസ്റ്റ് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എല്ലാ തവണയും കൃപാസനത്തിൽ പോകണതല്ലേ, അമ്മയുടെ മാതാവ് എന്നെ ഈ തവണയും പറ്റിച്ചു. ഇനി അമ്മ വിളിച്ചാലും ഞാൻ വരില്ല. അത്രയും നാൾ ഞാൻ ഇന്നും അമ്മയുടെ കൂടെ പേപ്പർ കൊടുക്കാൻ പോകാറുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു ഇനി ഞാൻ കൊടുക്കൂല. എൻ്റെ ഒരു കാര്യം ശരിയാവാണ്ട് അമ്മ പറയണ ഒരു കാര്യം ഞാൻ കേൾക്കൂല, ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പോയി അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും മാതാവ് തരണേന്ന്. പക്ഷേ എനിക്ക് അപ്പോഴും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും അമ്മേനെ കുറ്റം പറയും, അമ്മേനെ കളിയാക്കും. എവിടെ പോയി അമ്മയുടെ മാതാവ്, എന്നും പോണതല്ലേ, എന്നിട്ട് എന്ത് കാര്യമുണ്ടെന്നൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഏജൻസിയിൽ നിന്ന് 1 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവരെന്നോട് പറഞ്ഞാൽ ഒരു റീഫണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരില്ല എന്ന് തന്നെ അവരെൻ്റെ അടുത്ത് നോക്കി പറഞ്ഞത്. ഞാനും എൻ്റെ കൂടെയുള്ള വേറൊരു കുട്ടി ഞാൻ തീരുമാനിച്ചു എൻ്റെ പാപ്പ കുറേ കഷ്ടപ്പെട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന പൈസയാണ്, ഞാൻ അത് മേടിച്ചെടുക്കും ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടായി. ഞാൻ അവർ കുറേ വട്ടം വിളിച്ചു. അവർ തന്ന മെയിലിലേക്കൊക്കെ മെയിൽ ചെയ്ത് ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞു ഇപ്പം തരാൻ പറ്റില്ല, ഈ പൈസ മുഴുവൻ അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ എന്നും കരഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മാതാവേ അത് വെറുതെ ഉണ്ടാക്കിയ പൈസയല്ല, എൻ്റെ പപ്പയുടെ കഷ്ടപ്പാടും എൻ്റെ എന്താ പറയുക വേർപ്പിൻ്റെ പൈസ അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തരില്ല എന്ന് പറഞ്ഞ ഏജൻസിക്കാർ തന്നെ അതിൽ അവർ കുറച്ചൊരു എമൗണ്ട് പിടിച്ച് ബാക്കി പൈസ 65,000 രൂപ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട് MS നഴ്സിങ്ങിന് പോകാൻ പറ്റണമെന്ന്. പക്ഷേ എൻ്റെ അനിയത്തിയും മെഡിസിൻ പഠിക്കണം, ഞങ്ങൾ 2 ആളും ഒരുമിച്ച് പഠിക്കണം, കാരണം പറ്റില്ല എന്ന് വിചാരിച്ചേ. അത്ര സാമ്പത്തിക സ്ഥിതിയുള്ള ഫാമിലി അല്ല, ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്.
ദൈവം ഞങ്ങൾ അനുവദിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സെപ്റ്റംബർ 12-ന് ഞാൻ കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിൽ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിനുള്ളിൽ 8-ാം തീയതിക്കുള്ളിൽ ഒന്ന് കയറി പോകണമെന്ന് ഞാൻ കുറേ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാനെൻ്റെ പാസ്പോർട്ടായിട്ട് എൻ്റെ പള്ളിയിൽ ചെന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് സെപ്റ്റംബറിൽ എങ്ങനെയെങ്കിലും കയറിപ്പോയേ പറ്റൂ. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് UK പോകണം ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ സമയത്തല്ല, മാതാവിൻ്റെ സമയത്ത് 2025 സെപ്റ്റംബറിൽ 12-ാം തീയതി ഞാൻ വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ UK പോവുക. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും തന്ന മാതാവിന് ഈശോ അനുഗ്രഹങ്ങൾ നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കുകയാണ്. എൻ്റെ പേര് അമിത. ഞാൻ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു യാക്കോബായ സഭാംഗമാണ്. ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസം 9-ാം തീയതിയാണ്. ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. ഞാൻ ഉടമ്പടി എടുത്ത കുറച്ച് മാസങ്ങൾക്ക് ഞാൻ ആദ്യമൊക്കെ ഞാൻ യാക്കോബായ വിശ്വാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊന്ത ചെല്ലുന്നത് ഞാൻ അത്ര സ്ഥിരമായി കൊന്ത ചെല്ലില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം അന്ന് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ചെല്ലാറില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ എന്നാലും ചൊല്ലും, ബുക്കൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ എന്നാലും ചൊല്ലും. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ചൊല്ലുന്ന പോലെ ആയിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ചൊല്ലേണ്ട ആവശ്യമുണ്ടോ അങ്ങനത്തെ ഒരു സംശയമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനിവിടെ കൃപാസനത്തിൽ നിന്ന് പക്ഷേ ഞാൻ കൊന്ത വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാനപ്പോൾ അത് കൊന്ത വാങ്ങിച്ച് ഇടയ്ക്ക് ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഷെൽഫിൽ അത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഹസ്ബൻഡ് കുട്ടികൾ തറവാട് വീട്ടിലായിരുന്നു, അവരെ വിളിക്കാനായിട്ട് പോയി. ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറി. അപ്പോൾ എനിക്ക് ചെറിയൊരു സുഗന്ധം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ മുറിയിലേക്ക് ചെന്ന അലമാരിയിൽ വാച്ചൊക്കെ ഊരി വെക്കാനായിട്ട് അലമാരി തുറന്നു കഴിഞ്ഞപ്പോൾ അലമാരിയിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പെർഫ്യൂമൊക്കെ ഇരിപ്പുണ്ട്, പെർഫ്യൂമിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ച് സാധാരണ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂമിൻ്റെ ഒന്നും മണമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എല്ലായിടത്തും മണത്ത് നോക്കി, അതൊന്നും അല്ല, അതുപോലത്തെ മണമൊന്നും അല്ല എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ ഡോറിൻ്റെ അവിടെ നിന്നാണ് മണം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഡോറയിലാണ് ഈ കൊന്ത തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ ഞാൻ കൊന്ത പെട്ടെന്ന് എനിക്ക് കണ്ണ് കൊന്തയിലൊടക്കി പെട്ടെന്ന് കൊന്ത എടുത്ത് നോക്കിയപ്പോൾ ആ കൊന്തയിൽ നിന്നാണ് എനിക്ക് സുഗന്ധം വരുന്നത്. ആ കൊന്ത പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊന്ത പെട്ടെന്ന് എടുത്ത് അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് പെട്ടെന്ന് തന്നെ കൊന്ത ചൊല്ലി. അത് കഴിഞ്ഞ് ഹസ്ബൻഡും കുട്ടികളും വന്നപ്പോൾ അവരെയും കാണിച്ചു കൊടുത്തു. അവർക്കും ഈ സ്മെല്ല് അനുഭവപ്പെട്ടു. അന്ന് രാത്രി മുഴുവൻ വരെ എനിക്കും ഹസ്ബൻഡും കുട്ടികൾക്ക് ആ മണം അനുഭവിച്ചു. അതിനുശേഷം ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കൊന്ത ചെല്ലാതെ കിടന്നിട്ടില്ല. എന്നും കൊന്ത ചെല്ലുമായിരുന്നു, എന്നും കൊന്ത ചെല്ലും. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായൊരു സാക്ഷ്യം, ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് PhD ജോയിൻ 2019 PhD ജോയിൻ ചെയ്തതാണ്. 2022 എൻ്റെ PhDയിൽ യാതൊരു അധിക പുരോഗതിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്ത് പല പല പ്രശ്നങ്ങൾ, ഒത്തിരി ജോലി ഭാരം എല്ലാം കൊണ്ടും എനിക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യത്തിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു PhD ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം വന്നപ്പോൾ ഞാനെന്നാൽ PhD നിർത്താം, ഇനി എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു. ഞാൻ മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്താണ് എൻ്റെ പപ്പയുടെ ഒരു അസുഖമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം PhDയുടെ കാര്യവും ഉടമ്പടിയിൽ വെച്ചിരുന്നു. അങ്ങനെ ഉടമ്പടി മുന്നോട്ട് പോയി ഞാൻ ഉടമ്പടിയുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിന് ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരാൻ പറ്റും, മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. എല്ലാവിധ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം അങ്ങനെ തന്നെ ചെയ്തു പോയി. അങ്ങനെ പതുക്കെ എനിക്ക് PhD ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ വന്നു. അതായത് എനിക്ക് അതിനൊരു വിശ്വാസം വന്നു. ഞാൻ എല്ലാം അമ്മേനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അമ്മ നോക്കിക്കോളും എൻ്റെ കാര്യങ്ങളെല്ലാം എന്നെനിക്കൊരു വിശ്വാസം വന്നു. അങ്ങനെ പതുക്കെ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി. എൻ്റെ ആദ്യത്തെ കടമ്പകൾ എനിക്ക് 2 പേപ്പർ പബ്ലിഷാക്കി എടുക്കണം. അതപ്പോൾ എൻ്റെ ഗൈഡ് പറഞ്ഞിരുന്നത് 2 സ്കോപ്പസ് ഇൻഡെക്സ് ജേണലിൽ പബ്ലിഷാക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പേപ്പർ സബ്മിറ്റ് ചെയ്തു. ആദ്യത്തെ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് കുറേ സമയമെടുത്തു അതൊന്ന് അക്സെപ്റ്റായി വരാൻ. ഈ മേഖലയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് അക്സെപ്റ്റായി വരാനുള്ള ടൈം. അപ്പോൾ അത് കൊടുത്തിട്ട് ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി ഇതുമായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എനിക്കത് വാങ്ങിത്തരും എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച്
എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ ആ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിരുന്ന പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോയുടെ പുറകിൽ വെച്ച് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ എനിക്ക് ആ പേപ്പർ അക്സെപ്റ്റ് ആയി കിട്ടിയത്. അത് കഴിഞ്ഞ് ഒരു പേപ്പറും കൂടെ പബ്ലിഷ് ചെയ്യണം. അടുത്ത പേപ്പറും ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 2-3 ജേണലിൽ നിന്ന് റിജക്ഷൻ വന്നു. ഞാൻ സ്കോപ്പസ് ഇൻഡെക്സ് ജേണൽ തന്നെ കൊടുത്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് റിജക്ഷനാണ് ആദ്യമൊക്കെ വന്നത്. അപ്പോഴും എനിക്ക് ആദ്യമൊക്കെ ഒരു വിഷമമായിരുന്നു, എന്താണ് എനിക്ക് എല്ലാം ഇങ്ങനെ റിജക്ഷൻ വരുന്നതെന്നൊക്കെ വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു SCI ജേണലിൽ സബ്മിറ്റ് ചെയ്തു. SCI ജേണൽ എന്ന് പറഞ്ഞാൽ സ്കോപ്പസ് ഇൻഡെക്സ് ജേണലിനേക്കാളും നല്ല ജേണലാണ്. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ പേപ്പർ അങ്ങനത്തെ ഒരു ജേണൽ പബ്ലിഷ് ആയി വരുമെന്നൊന്നും എനിക്ക് വിശ്വാസം ഇല്ലാത്ത കാരണം ഞാനത് ആദ്യമേ കൊടുക്കാതിരുന്നത്. കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ സ്കോപ്പസ് ഇൻഡെക്സ് ജേണലിൽ ആദ്യമേ കൊടുത്തത് അതുകൊണ്ടാണ്. പക്ഷേ അവിടെ നിന്ന് റിജക്റ്റ് ആയി വന്നപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെ SCI ജേണലിൽ കൊടുക്കാനായിട്ട് ഇട വന്നു. അതിൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് അതിൽ നിന്ന് ആക്സെപ്റ്റ് ആയി വന്നു. മറ്റേ ജേണലുകളിൽ നിന്ന് റിജക്റ്റ് ആയി വന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി പബ്ലിക്കേഷനായ കുറച്ചുകൂടെ നല്ല ജേണലിൽ എനിക്ക് അത് പബ്ലിഷായി വന്നു, പെട്ടെന്ന് തന്നെ പബ്ലിഷായി വന്നു. അങ്ങനെ എൻ്റെ PhD ക്രൈറ്റീരിയ മീറ്റായി. ഇനി ഗൈഡ് എൻ്റെ അടുത്ത് തീസിസ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോഴും തീസിസ് എഴുതുമ്പോഴും എനിക്ക് ധൈര്യമില്ല, എങ്ങനെയൊക്കെ എഴുതും എന്തൊക്കെ എഴുതുമെന്നൊന്നും എനിക്ക് ഭയങ്കര ധൈര്യമില്ല. അപ്പോൾ എന്നെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എല്ലാം മാതാവിന് കൊടുത്തു. മാതാവിനോട് പറഞ്ഞു മാതാവ് കൂടെ ഇരുന്ന് എനിക്ക് ചെയ്തു തരണം, എനിക്കിത് എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ കാശുരൂപം വയ്ക്കും, എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം പുരട്ടി കുരിശ് വരയ്ക്കും, ഉപ്പ് വായിലിട്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ തീസിസ് എഴുതി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തീസിസ് എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രീ സിനോപ്സിസ് പ്രസൻറ്റേഷൻ നടത്തണം. ഈ പ്രീ സിനോപ്സിസ് പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഡേറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഡേറ്റ് കഷ്ടപ്പെട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഈ ഓരോ പ്രാവശ്യം ഈ കഷ്ടപ്പാട് വരുമ്പോൾ ഞാൻ എപ്പോഴും ഓരോ നമ്മളുടെ അവിടുത്തെ ഓരോ അതോറിറ്റീസിൻ്റെ ഡേറ്റ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഡേറ്റിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും കോമൺ ആയിട്ടൊരു കറക്റ്റ് ഡേറ്റ് കിട്ടണം. അപ്പോൾ ഞാൻ ഓരോ അതോറിറ്റീസിൻ്റെയും റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഡേറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പലരും പറഞ്ഞു നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, ആ ഡേറ്റിനുള്ളിൽ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഏത് ഡേറ്റാണ് നല്ലത്, ഏത് ഡേറ്റ് ആയിരിക്കും എനിക്ക് നല്ലത്, ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല, എന്താണ് ഇനി എനിക്ക് മുന്നിൽ വരണ്ടേ, എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ ഞാനിടുന്ന ഡേറ്റിന് എന്നൊക്കെ എനിക്ക് സംശയമായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മ തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് എല്ലാ രീതിയിലും സൗകര്യപ്രദമാകുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അമ്മ തന്നെ അത് എനിക്ക് നടത്തി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആദ്യം ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ഞാൻ കോയമ്പത്തൂരാണ് PhD ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ കോയമ്പത്തൂർക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വാളയാറെത്തിയപ്പോഴത്തേക്കും ഗൈഡിൻ്റെ മെസ്സേജ് വന്നു, അന്ന് അവിടെ മഴ കാരണം ഹോളിഡേ ഡിക്ലെയർ ചെയ്തു, ഇനി പ്രസൻറ്റേഷൻ നടത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവിധ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അത് ഭയങ്കര വിഷമമായി പോയി, കാരണം ഇത് കിട്ടാതെ വന്നപ്പോൾ ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങൾ അന്ന് കോളേജ് വരെ ഒന്ന് പോയി എന്തെങ്കിലും രീതിയിൽ നടത്താൻ പറ്റുമോ എന്നറിയാൻ, പക്ഷേ അന്ന് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് പിന്നെയും ഇതിൻ്റെ പുതിയ ഡേറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം നടക്കേണ്ട വന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മാതാവ് എന്നെ ഇങ്ങനെ കുറേ നടത്തുന്നുണ്ടെങ്കിൽ അതിന് മാതാവിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പത്രം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഡേറ്റ് തെറ്റി ക്യാൻസലായി പോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണ് എനിക്ക് വായനയിൽ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇനിയും സ്ട്രഗിൾസ് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വേഗം ഇവിടെ വന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു. ഞങ്ങൾക്ക് അന്ന് പോരുന്ന വഴിക്കും വീണ്ടും സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി, എനിക്ക് മനസ്സമാധാനം കിട്ടി. ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വീണ്ടും കുറച്ച് പത്രം വാങ്ങിച്ചു, മലയാളം പത്രവും തമിഴ് പത്രവും വാങ്ങിച്ചു. ഞാൻ മലയാളവും തമിഴും പത്രം കൊണ്ടുപോയി പോകുന്ന വഴിക്ക് പിന്നീട് എനിക്ക് പല പ്രാവശ്യമായിട്ട് കോയമ്പത്തൂർ പിന്നെയും പോകേണ്ട വന്നു. ഈ
ഡേറ്റ് കറക്റ്റാക്കേണ്ട വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോകേണ്ട വന്നപ്പോഴെല്ലാം ഞാൻ ഈ പത്രം ഓരോ ഡയറക്റ്റ് ബസ്സുണ്ട് ഇവിടുന്ന് കോയമ്പത്തൂർക്ക്. പക്ഷേ എങ്കിലും ഞാൻ KSRTC ബസ്സിന് കയറി ഓരോ ബസ് സ്റ്റാൻഡുകളിൽ ഇറങ്ങിയിട്ട് അവിടെ പത്രം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും, അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങോട്ട് തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്നും കൃപാസനം അറിയില്ല, കുറച്ച് പേർക്കേ അറിയുള്ളൂ. അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുകൂടാതെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് കോയമ്പത്തൂർ ചെന്നിട്ട് അവിടെ തമിഴ് പത്രം കൊണ്ടുപോയി എൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ ഉള്ള കടകളിലും മറ്റുമായിട്ട് ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ അടുത്തൊക്കെ എനിക്ക് അറിയാവുന്ന തമിഴിൽ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു, അങ്ങനെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ സ്ട്രഗിൾസ് വരുത്തിയത് എന്നെ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടി, എനിക്ക് നവംബർ 12 എന്ന് പറഞ്ഞ ഡേറ്റ് കിട്ടി. ആ ഡേറ്റിൽ എൻ്റെ പ്രീസിസ് പ്രസൻറ്റേഷൻ നടന്നു. നവംബർ 27 എൻ്റെ തീസിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റി. ഡ്രാഫ്റ്റ് തീസിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റി. ഡ്രാഫ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്താൽ പിന്നെ 3 to 6 monthsൻ്റെ ഉള്ളിൽ തീസിസ് സബ്മിറ്റ് ചെയ്യണം എന്നാണ്. ആ 3 to 6 monthsൻ്റെ ഉള്ളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ അവിടെ NBA അക്രഡിറ്റേഷൻ്റെ വർക്കുകൾ നടക്കുന്ന കാരണം ഭയങ്കര തിരക്കായിരുന്നു. അതിന് ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെ എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഗൈഡിൻ്റെ HODയുടെ എന്നൊക്കെ കറക്ഷൻ കിട്ടി, കറക്ഷൻസ് ഒക്കെ ചെയ്യേണ്ട സമയമാണ് ഇതിൻ്റെ ഇടയിൽ. പക്ഷേ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിപ്പോയി. അങ്ങനെ മാർച്ച് മാസത്തിൽ അക്രഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഒന്ന് തീസിസിലേക്ക് നോക്കാൻ പറ്റിയത്. ആ സമയത്ത് അപ്പോഴത്തേക്കും എനിക്ക് ഞങ്ങളുടെ അക്രഡിറ്റേഷൻ കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കോളേജിലിരുന്നപ്പോൾ ഒരു തലകറക്കം പോലെ ഫീൽ ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം എൻ്റെ HB ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്, 7.5 ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം, അല്ലെങ്കിൽ 1 മാസം റെസ്റ്റ് എടുത്തിരുന്ന് ബ്ലഡ് ഇത് കൂട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് 1 മാസം റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് വെള്ളം കുടിച്ച് ഒക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബെറ്ററായി, എൻ്റെ HBയുടെ കണ്ടീഷൻ കുറച്ച് ബെറ്ററായി. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ യൂട്രസ് ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് അഡിനോമയോസിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം ചെറുതായിട്ടല്ല അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടിൽ വന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം, ഇനി എനിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പുറകെ ഒന്നും പോകാൻ എനിക്ക് സമയമില്ല, എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അന്ന് തന്നെ വൈകുന്നേരം വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തൈലമിട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ രോഗശാന്തി ശുശ്രൂഷ, ഓൺലൈനായിട്ടുള്ള രോഗശാന്തി ശുശ്രൂഷ, ഉടമ്പടി ധ്യാനത്തിൻ്റെ അടുത്തുള്ള ശുശ്രൂഷ കൂടി പ്രാർത്ഥിച്ചു, വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തന്നെ ഒന്നുകൂടെ സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒന്നുകൂടെ നോക്കി. ഡോക്ടർ നോക്കുമ്പോൾ പറയുന്നു ഒരു കുഴപ്പമില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെനിക്ക് സുഖപ്പെട്ട് കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തീസിസ് അപ്പോൾ ഞാൻ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് ആ മാസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് ഏപ്രിൽ വന്ന് അവിടെ കുറച്ച് ദിവസം നിന്ന് തീസിസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് കോളേജിൽ നിന്നുള്ള തിരക്കൊന്ന് ഒഴിഞ്ഞു കിട്ടി, പിന്നെ എനിക്ക് വെക്കേഷൻ ലീവും കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ബാക്കി തീസിസിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ഡേറ്റ് എനിക്ക് സെറ്റാക്കി തന്നത് എൻ്റെ മാതാവാണ്. മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് പറ്റുന്ന ഡേറ്റ് മാതാവ് തന്നെ ഫിക്സ് ചെയ്ത് തരണേ. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ക്യാൻസൽ ആയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ 2ാമത്തെ ഡേറ്റിൽ വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ മെയ് 24 എൻ്റെ തീസിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തീസിസ് എല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന ഞാൻ ഉടമ്പടി കാശുരൂപം അതിൻ്റെ പുറത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ തീസിസിൻ്റെ റിവ്യൂ വന്നു. ഇത് ഈ മേഖലയിലുള്ളവർക്കറിയാം, അത്ര പെട്ടെന്ന് തീസിസിൻ്റെ റിവ്യൂ അധികം ആർക്കും വരാറില്ല. ഒരു 3 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വരെയൊക്കെയാണ് തീസിസിൻ്റെ റിവ്യൂ സാധാരണ വരുന്നത്. അത് മാത്രമല്ല, എനിക്ക് തീസിസിൻ്റെ റിവ്യൂ വന്നപ്പോൾ എനിക്ക് ഒരു കറക്ഷനും വേണ്ട എന്നുള്ള രീതിയിലാണ് എനിക്ക് തീസിസിൻ്റെ റിവ്യൂ വന്നത്. അതുപോലെ ഇതിനെല്ലാം കാരണം ഞാൻ
എൻ്റെ മാതാവിൻ്റെ കൂടെ ഇരുന്നാണ് എൻ്റെ തീസിസ് എഴുതിയത്. എനിക്ക് മാതാവ് തന്നെയാണ് എൻ്റെ തീസിസ് എഴുതി തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ഹൈ ക്വാളിറ്റി തീസിസ് എന്നുള്ള രീതിയിലാണ് എൻ്റെ തീസിസിൻ്റെ കമൻറ്റും വന്നത്. അത് മാതാവ് എഴുതി തന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് 20 എൻ്റെ ഫൈനൽ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി. എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് സാധിച്ചു കിട്ടി. ദൈവത്തിന് 1000 നന്ദി. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം, ഇതെൻ്റെ മകനാണ്. എൻ്റെ പേര് ഡിലൻ. അവൻ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനധികം പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. അങ്ങനെ മടി പിടിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ അടുത്ത് അഖണ്ഡ ജപമാലയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹത്തോടു കൂടി അതിന് വന്നു. അതിൻ്റെ അടുത്ത് ഞങ്ങൾ മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് തന്നെ നടന്ന്. അത് കഴിഞ്ഞ് അവനങ്ങനെയൊന്നും പ്രാർത്ഥിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവൻ അതിൻ്റെ അകത്ത് ഫുൾ ടൈം പ്രാർത്ഥിച്ച് തന്നെ നടന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന അച്ഛൻ്റെ ബ്ലെസ്സിങ്സും വാങ്ങിപ്പോയി. അതിനുശേഷം അവൻ ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഒത്തിരി നന്നായിട്ട് കുത്തിയിരുന്ന് പഠിച്ചു. അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഇരുന്ന് പഠിച്ച് ഞാൻ കാണുന്നത്. അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചു. അവന് CBSEയിൽ 78% മാർക്കോടുകൂടി അവന് പാസ്സാവാൻ സാധിച്ചു. യേശുവിന് 1000 നന്ദി. അത് കഴിഞ്ഞിട്ട് എൻ്റെ +2 അഡ്മിഷന് പോയപ്പോൾ ഞാൻ ആ സമയം ഇവിടെ ഇല്ല. ഞാൻ PhDയുടെ വർക്കുമായിട്ട് കോയമ്പത്തൂർ പോയേക്കുക. അപ്പം ആ ഹസ്ബൻഡും അവനും കൂടിയാണ് അഡ്മിഷന് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ എക്കണോമിക്സ് ആണ് ഗ്രൂപ്പ് കൊടുത്തത്. അവന് കൊമേഴ്സാണ് കിട്ടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുപോലെ അതിന് മുന്നേ ഒരു കാര്യം കൂടെ, അവന് +2 കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മാതാവേ അവന് ഹയർ സ്റ്റഡീസിന് ഉതകുന്ന രീതിയിൽ ഒരു നല്ല ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവന് മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം. ഞാൻ ഇത്ര മാർക്ക് വേണമെന്നൊന്നും പറഞ്ഞില്ല. അവന് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമെന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അവന് വേണം. അപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൻ്റെ ആഗ്രഹം കൊമേഴ്സ് എടുക്കണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ എക്കണോമിക്സും ആയിരുന്നു. അപ്പോൾ അവന് എക്കണോമിക്സ് ആണെങ്കിൽ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്കത് താല്പര്യമില്ല, എനിക്ക് വേറെ സ്കൂളിലാണെങ്കിലും കൊമേഴ്സ് എങ്ങനെയെങ്കിലും കിട്ടുമോ, എവിടെയെങ്കിലും അന്വേഷിക്കാൻ പറ്റുമോ, ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് എങ്ങനെ അന്വേഷിക്കും? അങ്ങനെ പിന്നെ പലരോടും ചോദിച്ചപ്പോൾ ചില സ്ഥലത്ത് റെക്കമെൻഡേഷൻ വേണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾക്കാണെങ്കിൽ ആലോചിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറൊക്കെ മരിച്ചുപോയി. പിന്നെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ, അമ്മ റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഈ അഡ്മിഷൻ വാങ്ങിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എടുത്തിരുന്നു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് വണ്ടി കയറി ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ ഞങ്ങൾ വേറെ സ്കൂളിൽ പോയി അന്വേഷിക്കാം, വേറെ എവിടെയെങ്കിലും കൊമേഴ്സ് കിട്ടുമോ എന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ തന്നെ ഒന്നുകൂടെ പോയി ചോദിച്ചാലോ, തരുമോ എന്ന് ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ തന്നെ, അവൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്, അവിടെ തന്നെ വീണ്ടും പോയി ചോദിച്ചു. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി അവിടുത്തെ കോമ്പൗണ്ടിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിഷൻ നടക്കുന്ന റൂമിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ആ സമയത്തും ഞാൻ അവിടെ ഉപ്പിട്ട് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് റിസപ്ഷനിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അഡ്മിഷൻ ഞങ്ങൾക്ക് എക്കണോമിക്സാണ് കിട്ടിയത്, ഞങ്ങൾക്ക് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിരുന്നു വന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ അകത്ത് കയറി അവിടെ ഇരുന്ന മാഡം ഞങ്ങളുടെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, ഏത് ബ്രാഞ്ചാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കൊമേഴ്സ് മതി എന്ന് പറഞ്ഞു. കൊമേഴ്സ് വിത്ത് ഏത് സ്പെഷ്യലൈസേഷൻ വേണമെന്ന് ചോദിച്ചു. വിത്ത് ഇൻഫർമേഷൻ പ്രാക്ടീസ് വേണം എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ എഴുതി തരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ കുറേ എന്താണ് അവരോട് പറയേണ്ടത്, എന്തൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷേ ഞങ്ങൾക്കൊന്നും പറയേണ്ട വന്നില്ല. അതിന് മുന്നേ തന്നെ അമ്മയുടെ റെക്കമെൻഡേഷൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ മാഡം അവന് കൊമേഴ്സ് വിത്ത് ഇൻഫർമേഷൻ പ്രാക്ടീസിൻ്റെ ബ്രാഞ്ച് അപ്പം തന്നെ വെട്ടി എഴുതി. ഞങ്ങൾക്ക് ഒന്നും പറയേണ്ട വന്നില്ല. ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിപ്പോയി. ഇതെന്താ ഇങ്ങനെ, ഞങ്ങൾക്കൊന്നും പറയാതെ തന്നെ ഇങ്ങനെ എഴുതി തന്നേന്നായിപ്പോയി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹവും കിട്ടി. പിന്നെ എൻ്റെ കാലിൽ കുറേ നാളുകളായിട്ട് 2 വർഷമായിട്ടുണ്ടായിരുന്ന പ്ലാന്റർ ഫാസ്റ്റിസിസ് എന്ന് പറഞ്ഞിട്ട് അസുഖം, കാലിൻ്റെ അടിഭാഗത്തായിട്ട് വേദന. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചറായതുകൊണ്ട് എനിക്ക് നിന്ന് ജോലി ചെയ്യണം. അപ്പോൾ കുറേ നേരം നിൽക്കുമ്പോൾ കാലിന് വേദനയാണ്. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. കുറേ നാളുകളായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ പല മരുന്നുകളും കഴിച്ചു നോക്കി. പക്ഷേ എന്നിട്ട് ഒന്നും ഒരു കുറവും തോന്നുന്നില്ല, ഒരു വ്യത്യാസവും തോന്നുന്നില്ല. എന്നിട്ട് ഫിസിയോതെറാപ്പി
പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, ഒരു വ്യത്യാസം തോന്നിയില്ല. പിന്നെ ഞാൻ മരുന്നെല്ലാം നിർത്തി. ഞാൻ മാതാവിൻ്റെ തൈലം മാത്രം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ തൈലം പുരട്ടി രാവിലെയും വൈകുന്നേരവും തൈലം പുരട്ടി മാത്രം പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ആ അസുഖം പൂർണ്ണമായി സുഖപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല, കാലിന് വേദനയേ ഇല്ല. പിന്നെ എനിക്ക് പീരീഡ്സ് ആയ കാലം മുതലേ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയായിരുന്നു. 27 വർഷമായിട്ടുണ്ടായിരുന്നു ഈ വയറുവേദന. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് കൂടി വരികയായിരുന്നു. ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് കൂടി വരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ ഭയങ്കര വേദന എടുത്ത് ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ അപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ധ്യാനം കേട്ട് അവസാനം രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഈ വയറുവേദന ഒന്ന് മാറ്റി തരണേ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതല്ലേ, എനിക്കൊന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞ് വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു റിലീഫാണ് ഫീൽ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി. 2 വർഷത്തിന് ശേഷം എനിക്ക് ചെറുതായി പോലും ഒരു വയറുവേദനയില്ല. എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. യേശുവിന് നന്ദി. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ രോഗികളുമായിട്ട് അവിടുത്തെ ആളുകളുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുകയും, കുട്ടികളുള്ള അനാഥാലയത്തിൽ പോകുകയും അവിടെ അടുത്ത് സംസാരിച്ചിരിക്കുകയും അവർക്ക് ആവശ്യമായ അത്യാവശ്യം സാമ്പത്തിക സഹായം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും, പിന്നെ ഞാൻ ഹോസ്പിറ്റലുകളിൽ ആണ് കൂടുതലും പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പോകുന്നത്. അവിടെ പോകുമ്പോൾ അവിടെ ഡയാലിസിസ് ഒക്കെ ചെയ്യാനായിട്ടിരിക്കുന്ന അധികം പൈസ ഇല്ല, പക്ഷെ എന്നാലും എല്ലാ വീക്കിലും 3 ഡയാലിസിസ് ഒക്കെ വെച്ച് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കും. പിന്നെ മറ്റുള്ള രോഗികൾക്കും എന്തെങ്കിലും അവർക്ക് സഹായങ്ങൾ നമ്മൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് സഹായങ്ങൾ വേണ്ടവർക്ക് സഹായവും, പിന്നെ ചിലർക്ക് അവരെ അടുത്തിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയാണ് വേണ്ടത്. ചിലർക്ക് നമ്മൾ ചെന്ന് മാതാവിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ കുറേ നേരം അങ്ങനെ ഇരുന്ന് സംസാരിക്കും. സാമ്പത്തികമായി എവിടെയെങ്കിലും സഹായിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം സഹായിക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും, എക്സ്ട്രാ പത്രവും വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊടുക്കും. അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ കോയമ്പത്തൂർ പോകുമ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ അതുപോലെ തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കോയമ്പത്തൂർ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ദേഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു. വീട്ടിലാണെങ്കിലും കുട്ടികളോടും കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലത്തും ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഞാനിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാമായിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ രാവിലെയുള്ള പ്രാർത്ഥന കുറവായിരുന്നു. ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കും, അങ്ങനെ എന്നൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ യാക്കോബായ വിശ്വാസികളായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പള്ളിയിൽ ഞായറാഴ്ചകളിൽ ചിലപ്പോൾ പോവാതെയൊക്കെ ഇരിക്കാറുണ്ട്. അതൊക്കെ മാറി ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും മൊത്തം, അതായത് എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയിരിക്കും. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുർബാനകൾ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റാറില്ല. പിന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട്. ഞാൻ കോയമ്പത്തൂർ പോകുമ്പോഴാണെങ്കിലും അവിടെ ഉള്ളപ്പോഴാണെങ്കിലും അവിടെ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് കാത്തലിക് ചർച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും ഞാൻ ചെല്ലുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ പോകും. അല്ലാതെ പിന്നെ കോളേജിൽ വെള്ളിയാഴ്ചകളിൽ മാസമുണ്ട്, ആ സമയത്തും പോകും. എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ മാക്സിമം കുർബാന കൂടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ യേശുവിനും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. തിരുക്കുമാരനും 1000 ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ കയ്യിലെയും കാലിലെയും ആദ്യം ഫസ്റ്റ് എൻ്റെ കാലിലെയാണ് അലർജി വന്നെന്ന് പറഞ്ഞാൽ കറുത്ത പാടുകളാണ് ആദ്യം വന്നത്. ആ കറുത്ത പാടുകൾ വന്ന് കാലിലെ മൊത്തവുമായിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ പയ്യനോട് ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തേക്ക് പോകാം, എന്നാലേ ഇത് മാറുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവർക്ക് വരാൻ അത്ര താല്പര്യം ഇല്ല. അങ്ങനെ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കൂടി ദേഹത്തായി. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഒരു ആയുർവേദ ക്ലിനിക്കിൽ പോയി. ഇവർ തന്നെ എന്നെ കൊണ്ടുപോയി. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, ഇവരാണ് എന്നെ പിടിക്കുന്നത്. പിടിച്ച് എന്നെ കൊണ്ടുപോയി ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഫസ്റ്റ് ക്ലിനിക്കിലുള്ള ഡോക്ടർ ഒരു 10 ദിവസത്തെ മരുന്ന് തന്ന് ആ മരുന്നിൽ എനിക്ക് ഒട്ടും മാറിയില്ല. തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിൽ വരുന്ന ആൾക്കാർ പറയും ഇത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഇത് മാറില്ല, ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് വന്ന്
അവിടെ നിന്നും ഡോക്ടർ മരുന്ന് തന്ന് 10 ദിവസത്തേക്ക്. ഡോക്ടർ തന്നെ വല്ലാതെ പേടിച്ചു അത് കണ്ടിട്ട്. ആ ഡോക്ടറും കുറേ മരുന്ന് തന്ന് ഞാൻ മരുന്ന് കഴിച്ച് ആ മരുന്നിലേ എനിക്ക് മാറിയില്ല. വീണ്ടും ഞാൻ വേറെ ഒരാൾ പറഞ്ഞു വേറെ ഒരു ഡോക്ടറെ കണ്ട്, അതും എറണാകുളത്ത് തന്നെയാണ്, വലിയ ഡോക്ടറെ കണ്ട്, അതിലേ എനിക്ക് ലാസ്റ്റ് മാറിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ രാത്രി ഒരു ദിവസം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇവർ എനിക്ക് ചൂടുവെള്ളമൊക്കെ കൊണ്ടുതരും, കാലിലേക്ക് എല്ലാം ചെയ്ത് വീണ്ടും ഞാൻ കട്ടിലിങ്ങനെ കിടന്നപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി എൻ്റെ മനസ്സിൽ, പള്ളിയിൽ തന്നെ വരണം, എന്നാലേ ഇത് എനിക്ക് മാറുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും, എൻ്റെ മോനും ഈ പയ്യനും കൂടി ഹോളിലിരുന്ന് ഞാൻ വിളിച്ചു, എന്നെ ഇപ്പം തന്നെ നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോകണം, കൊണ്ടുപോയാലേ ഇത് മാറുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇത് മാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ തലേന്ന് വരെ പോകാൻ പറ്റില്ല, ഞാൻ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ട് വാതുക്കെ വിട്ടാൽ മതി, നിങ്ങളകത്ത് കയറണ്ട, ഞാൻ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം, എനിക്ക് പോയി തന്നെ ആകണമെന്ന് പറഞ്ഞാൽ ഇവർ പറയും വേണ്ട, പോകണ്ട. ലാസ്റ്റ് ഇവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ നാളെ രാവിലെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഉടനെ തന്നെ മറുപടി പറയാതെ, അതിനെന്താണ് ചേച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നാളെ പോകാൻ നമുക്ക് പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യുമെന്ന്. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈസയ്ക്ക് പേടിക്കണ്ട, അമ്മ മാതാവിൻ്റെ അടുത്ത് നമ്മൾ നാളെ പോകുന്നതല്ലേ, രാത്രി ആരെങ്കിലും നമുക്ക് പൈസ തരും, നമ്മൾ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം, അമൃതയിൽ നിന്ന് ബസ്സുണ്ട്, ബസ്സിൽ കയറി നമുക്ക് പോകാം, എന്നെ നിങ്ങൾ പിടിച്ചാൽ മതി, ഞാൻ പതിയെ നടന്ന് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ചു. രാത്രി 10 മണിയാകുമ്പം ഞങ്ങൾ കാറ്ററിങ്ങും ഹോം നേഴ്സും നടത്തുന്നവരായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഒരു കൊച്ച് ഞങ്ങൾക്ക് 2500 രൂപ തരാനുള്ള പൈസ ഇട്ട് തന്നു. ഞങ്ങൾ വിളിച്ച് ചോദിച്ചില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ ആ കൊച്ച് ഞങ്ങൾക്ക് ആ പൈസ ഇട്ട് തന്നു. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ്, പൈസ കിട്ടിയിട്ടുണ്ട് ആ കൊച്ച്, നമുക്കെന്നാൽ ആ പൈസയും വെച്ചിട്ട് നമുക്ക് പോകാമെന്ന്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ 8 മണിക്ക് ഇവിടെ വന്നു, പള്ളിയിൽ കയറി. ഇവർ തന്നെ എന്നെ പിടിക്കും. അപ്പോൾ പുറത്ത് നിന്ന ആൾക്കാരൊക്കെ എൻ്റെ കാല് കണ്ടിട്ട് എല്ലാവരും പറയുമായിരുന്നു, അയ്യോ ഇതിന് എന്നാ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു, ഈ കാലും മത്തല്ല, എനിക്ക് ദേഹത്തും ഉണ്ട്, എനിക്ക് അന്നേരം സാരിയൊന്നും ഉടുക്കാൻ പറ്റില്ല, ഞാൻ ചുരിദാർ മാത്രമേ ഇട്ടുകൊണ്ട് വരുന്നതാണ്. ഞാൻ പള്ളിയിൽ പോകുമ്പം ഏത് പോയാലും ഞാൻ സാരിയെ ഉടുക്കുള്ളൂ, ചുരിദാർ ഇടില്ല. പക്ഷേ ആ ദിവസങ്ങളിൽ എനിക്ക് സാരി ഉടുക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. അതേപോലെ എൻ്റെ കാല് ദേഹത്ത് മൊത്തം, എനിക്ക് മുഖത്ത് മാത്രമില്ല. എൻ്റെ വീട്ടിൽ വരുന്നവരെല്ലാവരും എന്നെ കണ്ട് വെറുപ്പും അറപ്പോടെ കണ്ടവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വന്നിട്ട്. എന്നാലും ഞാനത് കാര്യമാക്കാതെ ഞാനിവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ മേളിലെ കയറി, എന്നെ പിടിച്ച് സ്റ്റെപ്പ് കയറി ഇവർ മേളിൽ എന്നെ ഇരുത്തിയപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എന്നാലും ഇവർ പറഞ്ഞ്, നമ്മൾ വീട്ടിൽ പോകുമ്പം 5 മണിയാകും, വൈകുന്നേരം നമുക്ക് ഫുഡ് പിള്ളേർക്ക് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇന്ന് പോകാം, നാളത്തേക്ക് വരാമെന്ന്. വീണ്ടും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അന്ന് രാത്രി ഒരു ഡോക്ടർ എനിക്ക് കാലിലിടാൻ സോക്സ് തന്നിട്ടുണ്ടായിരുന്നു. രാത്രി നിങ്ങൾ പകലും സോക്സ് യൂസ് ചെയ്യണമെന്ന്. പിറ്റേ ദിവസവും രാത്രി ഞങ്ങൾ വീട്ടിൽ പോയി പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു. അന്ന് എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 11 മണിയായപ്പം 10 മണിയായപ്പോഴൊക്കെ കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ ആ സോക്സ് എടുത്ത് ഞാൻ കാലിലിട്ടപ്പോൾ എൻ്റെ ഇടത്തെ കാലിലുള്ള ചെറുവിരലിൽ ആ നഖത്തിൽ പതിയെ ഒന്ന് സോക്സ് കയറി കുടുക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ശക്തിക്ക് വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് മുറിച്ച് പോകുന്നതുള്ള വേദനയായിരുന്നു. അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല, ആൾക്കാർ ഓർക്കും ഈ ചെറിയ വേദനയാണോ എന്ന്. പക്ഷെ അത് ഭയങ്കര ശക്തി. അപ്പോൾ എൻ്റെ കാല് ഞാൻ പൊക്കി പിടിച്ചിട്ട് എൻ്റെ കാല് ഒടിഞ്ഞു എന്ന് ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു കരയുന്നു. അപ്പോൾ ഇവർ പറയുന്നു, ചേച്ചിയെ കാലിൽ ഒന്നുമില്ല, എന്നാൽ ആ സോക്സ് ഊരി കഴിഞ്ഞ് ഇവരെന്നെ പിടിച്ച് പതിയെ കൊണ്ട് കട്ടിലിൽ കിടത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ നിങ്ങൾ എന്നെ എന്നെ പള്ളിയിൽ കൊണ്ട് എന്നെ അവിടെ കൃപാസന അമ്മയുടെ അടുത്ത് നിങ്ങൾ ഇരുത്ത്, എന്നാലേ ഇത് മാറുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മാറില്ല. അപ്പോൾ പറഞ്ഞ്, എന്നാൽ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കട്ടിലിൽ കിടന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് തീരാ രോഗമാണോ, ഇത് എന്നെ ചെയ്യും, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല, ആൾക്കാരെല്ലാവരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ പറയുമല്ലേ, ഞാൻ എന്നെ ചെയ്യുമെന്ന്. വീണ്ടും ഞാൻ അന്ന് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, എൻ്റെ വേദന എവിടെ പോയിന്ന് അറിയത്തില്ല. അതുവരെ ഞാൻ ഈ ഇടത്തെ കാല് പൊക്കി പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ ഇരുന്ന് കരഞ്ഞത്. എന്നിട്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇനി നമുക്ക് ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് നാളെ തന്നെ പോകണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം വരാനും ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ വിഷമത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവരോട് ഞാൻ പറയും, നിങ്ങൾ പേടിക്കണ്ടാടാ, നമുക്ക് അമ്മ
ഉണ്ടല്ലോ, നമുക്ക് അമ്മ പൈസ തരും, ഏതെങ്കിലും രീതിക്ക് നമുക്ക് പൈസ തരും. നമുക്ക് നാളെ തന്നെ പോകണം, ഫുഡിൻ്റെ പിള്ളേർക്ക് ഫുഡില്ലെന്ന് വിളിച്ച് പറയണം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് 10 മണിക്കുള്ള ഇതിൽ ഞങ്ങൾ കൂടി ക്ലാസ് കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അന്ന് രാത്രി എനിക്ക് മുട്ടുകുത്തി. അപ്പം ഞാൻ ടോയ്ലറ്റിൽ പോയി ഇപ്പം നോക്കിയപ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തവുമായി, കാലിൽ വന്ന് കയ്യിൽ വന്ന് മുഖത്തിൽ മാത്രം വന്നില്ല, ദേഹത്ത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ എല്ലാ സ്ഥലത്തിലേയും വന്നു കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് ഇവിടെ വന്ന് അടുത്തിരുന്നപ്പോൾ ഞാൻ ഇതുങ്ങളോട് പറഞ്ഞു, എൻ്റെ മോനും ഉണ്ടായിരുന്നു, മോനെ എൻ്റെ ദേഹത്തൊക്കെ ആയിട്ടുണ്ട്, കയ്യിൽ കണ്ടോ, ദേഹത്ത് കണ്ടോ, എൻ്റെ ദേഹത്ത് മൊത്തവും ഇതേപോലെ ആയി, ഞാൻ എന്നെ ചെയ്യുമെന്ന്. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നതല്ലേ, എൻ്റെ അമ്മ എനിക്ക് മാറ്റിത്തരും. അമ്മ മാറ്റാത്തത് ഈ ലോകത്ത് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല, ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല. അമ്മയായിട്ടും എൻ്റെ കർത്താവും യേശുവും നമുക്ക് തന്നതാണ്. ആ വേദന ഞാൻ സഹിച്ചോളാം, എന്നെ നിങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പും തൈലവും ഞാൻ രാത്രിയും പകലും ഇവർ കാണാതെ തന്നെ ദേഹത്ത് മൊത്തമൊക്കെ ഞാൻ തേക്കും. അപ്പോൾ എൻ്റെ മോൻ പറയും, അമ്മ ഇങ്ങനെ വാരി തേക്കല്ലേ, ഇത് 3 മാസത്തേക്കുള്ളതാണ്, തീർന്ന നമുക്ക് കിട്ടത്തില്ല, വാരി തേക്കല്ലേ, അമ്മയ്ക്ക് അതുമല്ല പുകച്ചിലെടുക്കുമെന്ന് പറയും. ഞാൻ പറഞ്ഞു പുകഞ്ഞാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ വാരി തേക്കും, തേച്ചാലും ഭയങ്കരമായിട്ട് പുകച്ചിൽ. അപ്പോൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന കൂടാൻ എനിക്ക് മുട്ടുകുത്തി ഇരിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ മുട്ടുകുത്തും. അപ്പോൾ ഇവർ പറയും മുട്ടുകുത്തേണ്ട, കസേരയിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അങ്ങനെ കസേര ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ കാല് വേദനയ്ക്കും ഇരിക്കട്ടെ, ഞാൻ മുട്ടുകുത്തി തന്നെ പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ ആ വേദനയോടെ ഇരുന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിടിച്ച് ഇവർ എന്നെ കസേരയിൽ ഇരുത്തും. അത് ഏറ്റവും വലിയ സാക്ഷ്യമാണ് എനിക്കത് കിട്ടിയത്. 15 ദിവസം എന്ന് പറയുന്ന ഈ 1.5 മാസം കൊണ്ട് ജാനുവരി ഫെബ്രുവരി 18-ാം തീയതി എനിക്ക് ഈ തുടങ്ങിയ അസുഖമാണ്. ഈ അസുഖം മാർച്ച് മാസം ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ളത് കാലിലുള്ളത് ഉടമ്പടി എടുത്ത് ഒരു 10-15 ദിവസം കഴിയും മുമ്പേ മാറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി കൊണ്ടുവരുന്ന ആ ചേട്ടനൊക്കെ പറഞ്ഞു, അയ്യോ കാലിലെയും കയ്യിലുള്ളതൊക്കെ മാറിയല്ലോ, കയ്യിലുള്ളത് പെട്ടെന്ന് പോയല്ലോ ജെസ്സി. ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തു, അങ്ങനെയാണ് എനിക്ക് കംപ്ലീറ്റ് ഇപ്പോൾ മാറിയത് ചേട്ടാ, ഇപ്പോൾ കാലിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഭയങ്കര സാക്ഷ്യമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് പറയാൻ പറ്റാത്തതാണ്. കാലും കൈയൊക്കെ കണ്ട ആൾക്കാർ അറച്ചു പോകും, അതേപോലുള്ള ഇതായിരുന്നു എൻ്റെ കാലിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 4 വർഷം കൊണ്ട് വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു, ഒരു വീട്ടിലെ ഇടപ്പള്ളിയിലെ പോണേക്കരയിൽ. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഏപ്രിലിൽ ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല, ഞങ്ങൾ മാറ്റുവാന്ന് പറഞ്ഞു. മാറ്റിയാൽ ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല, എനിക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലങ്ങളോ ഒന്നുമില്ല. ഞാൻ പണ്ടിനാലെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങ് പോകും, പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ഇടപെട്ട് എനിക്ക് ആ വീട് പുതുക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഏപ്രിൽ 10-ാം തീയതി ആകുമ്പോൾ അവർ വിളിച്ച് പറയുന്നു, വീട് ഞങ്ങൾ പുതുക്കുന്നുണ്ട്, പേപ്പറൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ 32,000 രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങളത് പുതുക്കുന്നത്. അപ്പോൾ വീണ്ടും അതിലെനിക്ക് 2 അനുഗ്രഹം വീണ്ടും എനിക്ക് തന്നു. വീണ്ടും അനുഗ്രഹം തന്ന് ഞങ്ങൾ ചെറിയ ചെറിയ ബിസിനസ് നടത്തി. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ കടബാധ്യത. ഈ കഴിഞ്ഞ ഡിസംബർ വരെ ഞങ്ങൾക്ക് ഒരു കടങ്ങളും ഇല്ലാതെ ചെറിയ ചെറിയ കടങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ ഡിസംബറിലെ നല്ല രീതിക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയ ഞങ്ങൾ പെട്ടെന്ന് ജാനുവരി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര കടബാധ്യതയും പ്രശ്നങ്ങളും. എനിക്ക് കാലുപാടില്ലാതെ വന്നു. ഞങ്ങൾ ഹോം നേഴ്സൊക്കെ നിർത്തി, ഫുഡിൻ്റെ പിള്ളേരൊന്നും ഇല്ലാതായി. ഒരു മാസം 10-12 ലക്ഷം രൂപ വരുമാനം വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ആ ജനുവരി വന്നപ്പോൾ 2025 ഭയങ്കരമായിട്ട് ഞങ്ങൾ തകർന്നു പോയി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാലും പെട്ടെന്ന് വന്നു. അത് എൻ്റെ വിശ്വാസം, എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവരെ കൊണ്ട് ഇവിടെ എത്തിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തന്നതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ അതിനു മുമ്പേ ഡിസംബറിലേക്കും എല്ലാം ഞാൻ എപ്പോഴും പറയും, നമുക്ക് ഒരു ദിവസം പോകണമെന്ന്, ഇവർ കൊണ്ടുവരത്തില്ല എന്ന് വാശി പിടിക്കുമായിരുന്നു. ഇപ്പം ഇവരും ഉടമ്പടിയിലാണ്. ഇപ്പം വീണ്ടും 10-ാം തീയതി വന്നപ്പോൾ അപ്പോൾ 2 സാക്ഷ്യം അത് എനിക്ക് നിറവേറ്റി തന്നു, എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും. ഇപ്പോൾ വീണ്ടും 10-ാം തീയതി ആയപ്പോൾ 75,000 രൂപ ഞങ്ങൾ വാടക കൊടുക്കാനും, അപ്പോൾ 46,000 രൂപ വെള്ളത്തിൻ്റെ പൈസയും കൊടുക്കാനുണ്ട്. അപ്പോൾ പുള്ളി തീർത്തും വിളിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ താമസിക്കുന്നില്ല, നിങ്ങൾ 10-ാം തീയതി മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഉച്ചയ്ക്കും രാത്രിയും പകലും എല്ലാം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും.
കറക്റ്റ് 2:30 അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമാണ് 2:30 മണി. ഈ 2:30 മണിക്ക് എനിക്ക് കാല് പാടില്ലെങ്കിലും ഞാൻ മുട്ടുകുത്തിയിരിക്കും. മുട്ടുകുത്തി 3/4 മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥനയും ബൈബിള് വായിക്കലും വിശ്വാസ പ്രമാണം ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലി ഞങ്ങൾ 2 പേരും എൻ്റെ മകനുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. മകനില്ലാത്ത സമയം ഞങ്ങളത് കറക്റ്റായിട്ട് ഞങ്ങൾ ആ 2:30ക്ക് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ, ഞങ്ങൾ ഇതുവരെയും കാത്തുരക്ഷിച്ചു. ഇനി ഈ 10-ാം തീയതി ഞങ്ങൾ എവിടെ പോകാൻ സ്ഥലമില്ല. വേറെ വീടെടുക്കാനുള്ള എനിക്ക് ഒരു വഴിയും ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. വീടെടുക്കാനുള്ള വേറെ വീട് നോക്കുമ്പം 50,000 60,000 ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം, 20,000 35,000 രൂപ വാടക കൊടുക്കണം. എനിക്കത് പറ്റില്ല. ഞങ്ങളൊരു മേളിലെ ഹോസ്റ്റൽ നടത്തുന്നവരാണ്. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ നമുക്ക് പറഞ്ഞു വിടാനും എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ മേളിലേക്ക് ഉപ്പ് കൊണ്ട് വിതറും, താഴേക്ക് ഞങ്ങൾ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും കരഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി 50,000. പക്ഷേ ആ 50,000 രൂപയ്ക്കും ടോക്കൺ 1,500 രൂപ ഞങ്ങൾ കൊടുത്തപ്പോൾ തന്നെ ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, എനിക്ക് വേറെ വീട് വേണ്ട, എനിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഈ വീട്ടിൽ താമസിച്ചാലേ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് അടുത്ത് നടന്നു പോകാൻ പറ്റുള്ളൂ. ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഇവിടെ വരണമെങ്കിലും എനിക്ക് അടുത്ത് ഈ വീട് തന്നെ വേണം. എനിക്ക് വേറെ വീട്ടിൽ പോയി താമസിക്കാൻ ഇനി എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥനയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈശോനെയും മാതാവിനെയും വീട്ടിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതേപോലെ വേറെ എവിടെ കൊണ്ടുപോയാലും എനിക്ക് ഇതേപോലെ എനിക്ക് അമ്മേനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ എന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച്, മാതാവിൻ്റെ രൂപം അവിടെ വീട്ടിലുണ്ട്, കെട്ടിപ്പിടിച്ച് ഞാൻ കരയും. എനിക്ക് ഇതേപോലെ എനിക്ക് പ്രാർത്ഥിക്കണ്ടേ. എന്നെ വേറെ വീട്ടിൽ നിങ്ങൾ അമ്മ കൊണ്ടുപോകല്ലേ, എനിക്ക് ഈ വീട് മതി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഉച്ചയ്ക്കൊക്കെ നിലവിളിച്ച് കരഞ്ഞ് ഒച്ചത്തിൽ പ്രാർത്ഥിച്ച് ആ വീടിനുള്ള അവർ പറഞ്ഞു 50,000 65,000 ഒന്നിച്ച് തന്നാലേ ആ വീട് തരുവുള്ളൂ എന്ന്. അപ്പോൾ ആ വീട് ക്യാൻസലായി വന്നപ്പോൾ വെള്ളിയാഴ്ചയ്ക്കെന്ന് 10-ാം തീയതി അല്ല 8-ാം തീയതി വെള്ളിയാഴ്ചയ്ക്കെന്ന് അലമാരി ഞങ്ങൾ സാധനങ്ങളെല്ലാം പിറക്കി ഓരോന്നോരോന്നാ ഒതുക്കി പിറക്കി വെച്ച് കെട്ടി വെക്കുക മാറാൻ വേണ്ടിയിട്ട്. 10-ാം തീയതി ആൾ വരുമല്ലോ മാറിക്കൊടുക്കണ്ടേന്ന്. അലമാരിയിൽ നിന്ന് എല്ലാം ഒതുക്കി ടിവിയും സാധനങ്ങളെല്ലാം ഈ പയ്യനെല്ലാം അടുക്കി പിറക്കി എല്ലാം എടുത്തു വെച്ചു. 75,000 കൊടുത്താൽ നമുക്ക് നിൽക്കാം. 75,000 എങ്ങനെ കൊടുക്കും? 75 പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആ ബ്രോക്കർ ചേട്ടൻ വന്ന് പറഞ്ഞു, ജെസ്സി നിങ്ങൾ ഈ വാരിക്കെട്ടിയുണ്ട് എല്ലാം എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു, അറിയില്ല ചേട്ടാ, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എന്നെ കൈവിടത്തില്ല എൻ്റെ മാതാവ്. ഞാൻ അതേപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നെ കൈവിടല്ല, എനിക്ക് ഈ വീട് തന്നെ കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത് എല്ലാവരോടും ഇച്ചിരി പൈസ ചോദിച്ചു നോക്കാം, നമ്മൾ കാറ്ററിംഗ് നടത്തുന്നവരാണല്ലോ, നമുക്ക് പൈസ തിരിച്ച് മറിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോളെ ഞാൻ വിളിച്ച് ചോദിച്ച്, അവൾ 35,000 രൂപ തന്ന്. വേറെ ഫുഡിൻ്റെ അമ്മച്ചിമാരെയൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാവരും കൂടി എനിക്ക് 75,000 രൂപ തന്നു. പക്ഷെ അത് തന്നെ എവിടെ നിന്ന് കിട്ടിയെന്ന് തന്നെ എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക്, എൻ്റെ കർത്താവും എൻ്റെ ഈശോയും എനിക്ക് ഇടപെട്ട് അത് എനിക്ക് മേടിച്ച് തന്നതാണ്. ആ 75,000 രൂപയും ഞങ്ങൾ ഓണർക്ക് ഇട്ടുകൊടുത്ത് പിറ്റേ ദിവസം തന്നെ പറഞ്ഞ് അവർ കണ്ടിന്യൂ ചെയ്യട്ടെ, ഇനി കുഴപ്പമില്ല, ഇതേപോലെ തന്നെ അവർ പോയാൽ മതിയെന്ന്. അതിന് തന്നെ 100 നന്ദി പറഞ്ഞാലും 1000 നന്ദി പറഞ്ഞാലും തീരില്ല. അത് 3ാമത്തെ സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ പിറന്നാളായിരുന്നു 2 മാസത്തേക്ക് മുമ്പ്. ഞങ്ങളുടെ കയ്യിൽ ഈ 1 രൂപ പോലും ഇല്ല. അപ്പം ഞങ്ങൾ മോളുടെ അടുത്ത് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ പിറന്നാളല്ലേ നാളെ, എനിക്കൊരു 1000 രൂപ പോലും ഇല്ല, ഒരു കേക്ക് മേടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നെ ചെയ്യുമെന്നൊക്കെ ഓർത്തു. ആ രാത്രി ഒന്നുമില്ല. പിറ്റേ ദിവസമാണ് എൻ്റെ പിറന്നാൾ. 3 മണിയാകുമ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ വന്നു. എവിടെ നിന്ന് വന്നു, ഏത് വന്നു എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് 1000 രൂപ അമ്മ മാതാവ് എനിക്ക് തന്നതാണ്. ഞാൻ അടുത്ത് പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ, എനിക്ക് കേക്ക് മേടിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ല, ഒരു 1000 രൂപ കേക്ക് മേടിക്കാൻ തരണേന്ന്. അപ്പോൾ ഈ 1000 രൂപ എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നറിയില്ല, തന്നു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയും കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാൻ പോകും. കാല് പാടില്ലെങ്കിലും ഞങ്ങളെ പിടിച്ച് ഇവർ എന്നെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകും. ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഞങ്ങൾ വീട്ടിലേയും വിതറും. കാരുണ്യ പ്രവൃത്തി പത്രം ഒരു മാസത്തിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം ഞങ്ങളിവിടെ വരും. കാലുപാടിലാണെങ്കിലും വന്ന് ഇവരെന്നെ കൂട്ടിക്കൊണ്ട് വന്ന് പത്രവും മേടിച്ച് ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി ഞങ്ങൾ കൊടുക്കും. ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കും, ചോറ് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു പാവപ്പെട്ട ഓട്ടോ ചേട്ടനുണ്ട്. ഓട്ടോ ചേട്ടന് ഞങ്ങളുടെ ഉള്ളതിലെ വീതം
പുള്ളിക്ക് എല്ലാ ദിവസമാണെങ്കിലും ആഴ്ചയ്ക്കാണെങ്കിലും ഞങ്ങളുടെ കഴിഞ്ഞ് ഉള്ളത് കൊടുക്കും. അനാഥാലയ കുട്ടികൾക്ക് സ്നാക്സൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ അവിടെ പോയിട്ട് പിള്ളേരെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് പിള്ളേർ പറയുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ പറയും വാച്ച് വേണം, വളയൊക്കെ വേണമെന്നൊക്കെ, അതെല്ലാം ഞങ്ങൾ മേടിച്ച് ഭംഗിയായിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഇതുവരെയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇനി വേറെ ഒന്ന് പറയാനുള്ളത്, ഞാൻ അമ്മയോട് എന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എത്ര പാടില്ലെങ്കിലും ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അതിനുള്ള എനിക്ക് അനുഗ്രഹം എനിക്ക് തരണം. പിന്നെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കാനുള്ള അനുഗ്രഹവും കൂടി എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലെയും കാലിലെയും ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതിൽ കാണാൻ പറ്റില്ല. അതേപോലെ ഉണ്ട്. ഇത് വലിയ വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇനി ഞാൻ ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടും കൂടെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക്